ജീവിതത്തെ അവർ സ്നേഹിച്ചു. ദൈവത്തിലും ദൈവത്തെ പ്രതിയും അവർ ഈ ലോകത്തെ സ്നേഹിച്ചവരാണ്. അങ്ങനെ ദൈവത്തെ പ്രതി സ്നേഹിക്കുകയും രക്തസാക്ഷികളായി തീരുകയും ചെയ്ത, രക്തസാക്ഷിയായി മാറുകയും ചെയ്ത ഒരു റോമൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു സെബസ്ത്യാനോസ്. ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി റോമിലേക്ക് പോയി സൈന്യത്തിൽ ചേർന്ന വിശുദ്ധ സെബസ്ത്യാനോസ്. റോമൻ ചക്രവർത്തി ജൂപ്പിറ്റർ ദേവനെ ആരാധിച്ചില്ലെങ്കിൽ തീയിലറിയപ്പെടും എന്ന് സെബാസ്റ്റ്യൻ എന്ന പടയാളിയോട് പറഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിസ്തുവിനെ പ്രതിയും ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതിയും തീച്ചൂളയുടെ മുകളിൽ കൂടെ നടക്കുന്നത് എനിക്ക് റോസാപ്പൂമത്തെ കൂടെ നടക്കുന്നത് പോലെയാണ്. ക്രിസ്തുവിനെ പ്രതി തീക്കടലിന്റെ മുകളിലൂടെ നടക്കേണ്ടി വന്നാൽ അത് എനിക്ക് റോസാപ്പൂമത്തെ കൂടെ നടക്കുന്നത് പോലെയാണെന്ന് പ്രഖ്യാപിച്ച ധീരനായ പടയാളിയുടെ തിരുനാൾ നാം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ശക്തനായ, എന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ തൊട്ടറിഞ്ഞ ക്രിസ്തുവിന്റെ അരുമശിഷ്യനായി മാറിയ വിശുദ്ധ സെബസ്ത്യാനോസ് അനേകായിരങ്ങൾക്ക് ആശ്രയമാണ്, അനേകായിരങ്ങൾക്ക് അത്താണിയാണ്. ഇന്ന് അനേകായിരങ്ങളുടെ ഹൃദയങ്ങളിൽ ആത്മചൈതന്യമായി വിളങ്ങുന്ന കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാളനെ വിശുദ്ധ സെബസ്ത്യാനോസിനെ ഒരു നോക്ക് കാണുവാൻ നമുക്കറിയാം ഭാരതത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പുണ്യവാളന്റെ മാധ്യസ്ഥം തേടി ഇവിടെ എത്തുന്നുണ്ട്. പുണ്യവാളന്റെ മാധ്യസ്ഥം തേടി ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ ഈ നാനാജാതി മതസ്ഥർക്ക് അവർക്ക് ഒട്ടനവധി അത്ഭുത കഥകൾ പറയുവാനുണ്ട്. എന്തിനാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഒത്തിരിയേറെ അല്ലെങ്കിൽ ഒരു പിടി അനുഭവ കഥകൾ, ഒരു പിടി സാക്ഷ്യങ്ങൾ, പുണ്യവാളനെ പറ്റിയുള്ള സാക്ഷ്യ കഥകൾ നിങ്ങൾക്കുണ്ടാവും പങ്കുവയ്ക്കുവാനായി. ഈ അനുഭവം വ്യക്തി ജീവിതത്തിൽ മുതൽക്കൂട്ടാകുകയാണ് ചെയ്യുന്നത്. ഒരു തിരുനാൾ കഴിയുമ്പോഴത്തേക്കും അടുത്ത തിരുനാൾ വരാൻ കാത്തിരിക്കുന്നവരാണ് കാഞ്ഞൂര് നിവാസികളെന്ന് എനിക്കറിയാം. കാരണം കാഞ്ഞൂർ തിരുനാള് ഇത് നാടിന്റെ ഉത്സവമാണ്, ഭക്തിയുടെ ശക്തിയാണെന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് കാഞ്ഞൂരിലെ നിവാസികളായ നിങ്ങളൊക്കെ ആദ്യമേ വിളിക്കുന്നത് എന്റെ പുണ്യവാള എന്നാണ്. എന്റെ പുണ്യവാള എന്ന് വിളിക്കാനുള്ള കാരണം നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ പുണ്യവാളനെ ഏറ്റു നടക്കുകയാണ്. പുണ്യവാളന്റെ ബാധ്യസ്ഥ സഹായം അനുഭവിച്ച വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും. ഇവിടെ ഈ കാഞ്ഞൂരില് മനസ്സിൽ പതിയുന്ന ഭക്തിയുടെ ദൃഢതയുണ്ട്. ഇവിടുത്തെ കുടുംബങ്ങളില് വളർന്നു വരുന്ന ക്രൈസ്തവ ചൈതന്യം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. ക്രൈസ്തവ ചൈതന്യം മറ്റുള്ളവർക്ക് ഒരു മുതൽക്കൂട്ട്. നമുക്കറിയാം, ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയാല് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ്. എവിടെ ഇറങ്ങിയാലും തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ്. കാഞ്ഞൂർ നിവാസികളായ നിങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളൊക്കെ ആദ്യമേ പറയുന്നത് ഞാൻ കാഞ്ഞൂരിൽ നിന്നാണ്. കാഞ്ഞൂർ നിവാസികളായ നിങ്ങളെയൊക്കെ ഐഡന്റിറ്റി മാർക്ക് എന്താണെന്ന് ചോദിച്ചാൽ കാഞ്ഞൂർ പള്ളിയും കാഞ്ഞൂർ പുണ്യവാളനും. അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷി ഒന്ന് ചോദിച്ചു നോക്ക്. നിങ്ങളുടെ ഐഡന്റിറ്റി മാർക്ക് കാഞ്ഞൂർ പുണ്യവാളനും കാഞ്ഞൂർ പള്ളിയുമാണ് എന്നത് എനിക്ക് ഉറപ്പാണ്. കാരണം നിങ്ങളൊക്കെ പറയുമ്പോൾ അതിനൊരു തീക്ഷ്ണതയുണ്ട്. ഞാൻ കാഞ്ഞൂരിൽ നിന്നാണെന്ന് പറയുമ്പോൾ, കാരണം വിശുദ്ധന്റെ മാധ്യസ്ഥ സഹായം അനുഭവിച്ച് അറിഞ്ഞ വ്യക്തികളാണ്. അതുകൊണ്ട് ഈ തിരുനാളിന് ഞാൻ പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. കാഞ്ഞൂർ നിവാസികളായ നിങ്ങൾ പുണ്യവാളന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പുണ്യവാളിന് വേണ്ടിയത് നിങ്ങളുടെയൊക്കെ മനസ്സാണ്. പിഴയ്ക്കുന്ന മനസ്സ് പറിച്ചിട്ട് പിന്നെ പുണ്യവാളിനെ കൊടുക്കുമ്പോൾ അവിടെയാണ് തിരുനാൾ ആഘോഷമായി മാറുന്നത്. 100 കൊണ്ട് പൊട്ടിക്കുന്നതിലല്ല, ഒരു പിഴയ്ക്കുന്ന മനസ്സ് പുണ്യവാളിന് വെച്ച് കൊടുക്കുമ്പോൾ അവിടെയാണ് ഭക്തിയുടെ ദൃഢതയുണ്ടാകുക, അവിടെയാണ് ആഘോഷങ്ങൾ ഉണ്ടാകുക, അവിടെയാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകുക. ഒരു അപ്പുപന്താരിയുടെ കഥയുണ്ട്. അപ്പുപന്താരിയുടെ മത്സരമാണ്. ഇങ്ങനെ പറന്നു പോകുന്ന അപ്പുപന്താരി. ഇങ്ങനെ ഒത്തിരിയേറെ അപ്പുപന്താരിയുടെ മത്സരത്തിനുണ്ട്. ഏറ്റവും ഉയരത്തിലെത്തിയ അപ്പുപന്താരി അഹങ്കാരത്തോടെ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, നോക്ക്, ഞാൻ
ഏറ്റവും മുകളിലെത്തിയത്. ഇത് എന്റെ ഒറ്റ ശക്തി കൊണ്ടാണ് ഞാൻ ഇന്ന് നിന്റെയൊക്കെ ഏറ്റവും മുകളിലിരിക്കുന്നത്. ഇത് കേട്ടിട്ട് അല്പം വീശിക്കൊണ്ടിരുന്ന കുഞ്ഞിമൺകാറ്റ് സ്വല്പം ഒന്ന് നിർത്തിവെച്ചു. കുഞ്ഞിമൺകാറ്റ് ഒന്ന് നിർത്തിയതോടെ മോളിൽ പൊങ്ങിരുന്ന അപ്പുപന്താടി ഇതാ നിമിഷ നേരത്തിനുള്ളിൽ നിലം പതിച്ചു. കുഞ്ഞിമൺകാറ്റ് അപ്പുപന്താടിയോട് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ: അദൃശ്യമായുള്ള എന്റെ സാന്നിധ്യമാണ് നിന്നെ ഇത്രയും മുകളിൽ എത്തിച്ചത്. എന്നിട്ടും നീ എന്റെ സാന്നിധ്യം അറിയാത്തത് എന്തുകൊണ്ട്? അപ്പുപന്താടിയോട് കുഞ്ഞിമൺകാറ്റ് ചോദിച്ച ചോദ്യം കായൂരിൽ വാഴുന്ന പുണ്യവാളൻ സെബസ്ത്യാനോസ് കായൂരിലിരിക്കുന്ന കായൂർ വിശ്വാസികളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇത്രയേ ഉള്ളൂ: അദൃശ്യമായുള്ള എന്റെ സാന്നിധ്യമാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. അദൃശ്യമായുള്ള എന്റെ മധ്യസ്ഥമാണ് നിന്നെ ഇത്രയും മുകളിൽ എത്തിച്ചത്. എന്നിട്ടും എന്തേ നീ ഇത് മനസ്സിലാക്കാത്തത്? അപ്പുപന്താടിയെ പോലെ അഹങ്കരിച്ച് ഗർവ് കാണിക്കുന്ന നമുക്ക് കായൂരിൽ വാഴുന്ന പുണ്യവാളന്റെ സാമീപ്യം, കായൂരിൽ വാഴുന്ന സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം അന്തസ്സിന്റെയും ആഘോഷത്തിന്റെയും ആഭിചാരത്തിന്റെയും വിഷയമാണ്. പക്ഷെ അദൃശ്യനായ പുണ്യവാളന്റെ മാധ്യസ്ഥം ഞാൻ അനുഭവിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചോദിച്ചു നോക്കുന്നത് ഉചിതമാണ്. എന്റെ കുടുംബത്തിൽ രോഗസൗഖ്യം നേടിയപ്പോൾ, മരിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ, എന്റെ വിവാഹ തടസ്സം മാറിയപ്പോൾ, എനിക്ക് പുനരണിയാൻ സാധിക്കാതെ പുണ്യവാളന്റെ മാധ്യസ്ഥം വഴി ഒരു പുതിയ പുര ലഭിച്ചപ്പോൾ, ഒരു കൈക്കുഞ്ഞിനെ കാണുവാനായിട്ട് ഒരു കുഞ്ഞിനെ കയ്യിലെടുക്കുവാനും ദാഹിച്ച എനിക്ക് പുണ്യവാളന്റെ മാധ്യസ്ഥം വഴി ഒരു കുഞ്ഞിനെ സമ്മാനമായി ലഭിച്ചപ്പോൾ, അദൃശ്യനായ പുണ്യവാളന്റെ മാധ്യസ്ഥം ഞാൻ അനുഭവിച്ചതാണോ എന്ന് ചോദിക്കുന്നത് ഉചിതമാണ്. ഇവിടെയാണ് മുട്ടുകുത്തി മെഴുകുതിരി തെളിച്ച് വിളിച്ചാൽ ഉപേക്ഷിക്കാത്ത പുണ്യവാളന്റെ മാധ്യസ്ഥ ശക്തി അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. സൂര്യന്റെ ചെറു കിരണങ്ങൾ ഐസ് കട്ടുകളെ ഉരുക്കിക്കളയുന്നത് പോലെ നമ്മുടെയൊക്കെ തണുപ്പുറഞ്ഞ ഹൃദയങ്ങളെ ഉരുക്കിക്കളയുവാനായിട്ടുള്ള മാധ്യസ്ഥ ശക്തി കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാളന്. അതൊക്കെ അനുഭവിച്ചറിഞ്ഞ നമുക്ക് നാം ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ: പുണ്യവാളന്റെ മാധ്യസ്ഥം വഴി തണുപ്പുറഞ്ഞപ്പെട്ട ഹൃദയങ്ങളെ ഉരുക്കി ദൈവത്തോട് ഒന്നാക്കി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ: കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാളനിലുള്ള ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം എന്തുകൊണ്ട് എന്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചുകൂടാ? കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാളന്റെ സാന്നിധ്യം എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ അനുഭവിച്ചുകൂടാ? എന്റെ കുടുംബത്തിലും എന്റെ വ്യക്തി ജീവിതത്തിലും ഞാനിത് അനുഭവിക്കുന്നുണ്ടോ? ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് എന്ന് കൂതാശകളൊക്കെ ഞാൻ സ്വീകരിച്ചപ്പോൾ, കൂതാശകളെല്ലാം ഏറ്റുവാങ്ങിയപ്പോൾ ദൈവത്തെ എന്റെ ഉള്ളിൽ വസിച്ചതാണ്. ഈ പരസ്പരം ഭാര്യഭർത്താക്കന്മാരായി ബലിവേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ദൈവം കൂട്ടിത്തന്നപ്പോൾ ദൈവ ചൈതന്യവും ദൈവ സാന്നിധ്യവും എന്നിൽ അനുഭവപ്പെട്ടതാണ്. പുതിയൊരു തരമുള്ളത് അപ്പനും അമ്മയും മക്കളുമൊക്കെ തിരികെത്തിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വെഞ്ചരിച്ച് പുതിയ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ ഈ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. പക്ഷെ ഇന്ന് എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ദൈവ സാന്നിധ്യം എന്റെ കുടുംബത്തിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ള ചോദ്യം നമുക്കൊന്ന് ചോദിക്കുന്നത് ഉചിതമാണ്. ഇതിന് ഉത്തരം കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് കണ്ടുപിടിക്കണം. കുടുംബത്തിൽ അസമാധാനത്തിന്റെ കിരണങ്ങൾ വീശുന്നുണ്ടെങ്കിൽ, പരസ്പര ബന്ധത്തിന് പരസ്പരം മനസ്സിലാക്കാനുള്ള ആ കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കലഹത്തിന്റെയും മദ്യപാനത്തിന്റെയും വീട്ടുകൾ പൊട്ടിമുളയ്ക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാളിനുണ്ടായിരുന്ന മാധ്യസ്ഥം, കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാളിനുണ്ടായിരുന്ന ദൈവ സാന്നിധ്യം നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും പണ്ടേ ഇറങ്ങിപ്പോയി. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ദൈവ സാന്നിധ്യം പണ്ടേ ഇറങ്ങിപ്പോയിരിക്കുക. ദൈവം കൂടെ നടക്കാത്ത ഒരു ദാമ്പത്യ ജീവിതവും അല്ലെങ്കിൽ ഒരു ദമ്പതികളുടെ ജീവിതവും ലോക ചരിത്രത്തിൽ ഫലം നൽകിയിട്ടില്ല. കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ചാരെ മഴയത്തും വെയിലത്തും കുടയായി ദൈവം ഉണ്ടായിരിക്കണം. കുടയായി നിഴലായി നിങ്ങളുടെ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാളന്റെ മാധ്യസ്ഥ ശക്തിയും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയില്ല.
ഓരോ കുടുംബവും പുതിയ ദേവാലയങ്ങളാണെന്നാണ് അറിയപ്പെടുക. ഓരോ കുടുംബവും ദേവാലയമായി തീരേണ്ടതാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളോട് ഇത്രയേ ഉള്ളൂ. ദേവാലയമായി തീരേണ്ട നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ അകത്തളങ്ങൾ ഇന്ന് പല ഡാഷ് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഞാൻ ഈ ഡാഷുകളൊന്നും നിങ്ങൾക്ക് വിട്ടുതരിക. നിങ്ങൾക്ക് വിട്ടുതരിക. എന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങൾ ഇന്ന് എന്തുകൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നരകം പോലെ നശിക്കേണ്ടതും നല്ല കുടുംബം, സ്വർഗം പോലെ ആസ്വദിക്കേണ്ടതും സ്വർഗം പോലെ പണുയർത്തപ്പെടേണ്ടതുമാണ് എന്റെ കുടുംബം. പങ്കുവയ്ക്കലിന്റെ സഹകരണത്തിന്റെയൊക്കെ പാഠശാലയായ കുടുംബങ്ങൾ ഇന്ന് അശാന്തിയുടെ അസ്വസ്ഥതയുടെ ഒരു പുണ്യഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ടീച്ചർ ചോദിച്ചു, ലോകത്തിലെ വൻമതിൽ എവിടെയാണ്? ചെറിയൂർക്കുള്ള മിടുക്കനായ കുട്ടി ഉടനെ പറഞ്ഞു, എന്റെ വീട്ടിലാണ്. അവൻ പറഞ്ഞ ഉത്തരം ശരിയാണ്, 100% ശരിയാണ്. നമ്മുടെയൊക്കെ വിചാരം ലോകത്തിലെ ഏറ്റവും വലിയ വൻമതിൽ ചൈനയിലാണെന്നാണ്. തെറ്റിപ്പോയി പ്രിയ സഹോദരങ്ങളെ. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണത്. ലോകത്തിലെ വൻമതിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലാണ്. ഭാര്യഭർത്താക്കന്മാർ മനസ്സുകൊണ്ട് നിർമ്മിക്കുന്ന ഈ മതിൽ ലോകത്തിലെ വൻമതിനേക്കാളും വലിയ മതിലാണ്. സംശയത്തിന്റെ അതുകൊണ്ട് തന്നെ അസ്വസ്ഥതയെയും പരസ്പരം തെറ്റിദ്ധാരണയും കൊണ്ട് മനസ്സിൽ നിർമ്മിക്കുന്ന ഈ വൻമതിൽ ലോകത്തിലെ ഏറ്റവും വലിയ മതിലാണ്. അപ്പൊ ഇവിടെയാണ് മുൻപിൽ ഉണ്ടാകുക, ഇവിടെയാണ് പരസ്പരം ഐക്യമില്ലാതായി മാറുക, ഇവിടെയാണ് സംശയത്തിന്റെ മുള പൊട്ടുക. ഇന്ന് കാലം മാറി, ഇന്ന് കോലം മാറി. കാലം മാറുന്നതനുസരിച്ച് കോലം മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് നിങ്ങളുടെ പ്രധാന ശത്രു കുടുംബത്തിൽ തന്നെയാണ്. പങ്കാളി എന്നറിയപ്പെട്ട വ്യക്തി ഇന്ന് പോരാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പങ്കാളി പോരാളിയായി മാറിയത് എന്ന് ചോദിച്ചാൽ ഇതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ദൈവ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, കുടുംബ ബന്ധങ്ങൾ ഒടിയാതിരിക്കണമെങ്കിൽ അല്പമൊന്ന് കുനിഞ്ഞു കൊടുക്കണം. അല്പമൊന്ന് കുനിഞ്ഞു കൊടുക്കണമെങ്കിൽ കാര്യങ്ങൾ പുണ്യമാണ് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഈശ്വരാനുഗ്രഹമില്ലാത്ത, ദൈവ സാന്നിധ്യമില്ലാത്ത കുടുംബം മേൽക്കൂരയില്ലാത്ത ഭവനം പോലെയാണെന്നാണ്. പുണ്യമാണ് പഠിപ്പിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവ സാന്നിധ്യമില്ലാത്ത നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മേൽക്കൂരയില്ലാത്ത ഭവനം പോലെയാണ്. അതുകൊണ്ട് ഈ മേൽക്കൂരി ഉണ്ടാകണമെങ്കിൽ, ദൈവ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ കാര്യങ്ങൾ പുണ്യമാണ് നമ്മോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. സെബസ്ത്യാനോസ് നമ്മോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. മനസ്സിൽ സൂക്ഷിക്കുക. നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒറ്റ പരിഹാരമേ ഉള്ളൂ. നിന്റെ കുടുംബത്തിന് ഒരു ഒറ്റ മൂല്യമേ ഉള്ളൂ. പുണ്യവാളന്റെ മാധ്യസ്ഥം. പുണ്യവാളന്റെ മാധ്യസ്ഥം വഴി എന്റെ കുടുംബത്തിലെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ എനിക്ക് സാധിക്കും. എന്റെ ബന്ധങ്ങളെ എനിക്ക് ദൃഢപ്പെടുത്താൻ സാധിക്കും. ആ ഒരു ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വരണം. തുറവങ്കര സരോജിനി ഇടുങ്ങപ്പടി തുറവങ്കര, രാജൻ കപ്രകാട് ചെങ്ങൽ, രാജൻ കപ്രകാട് ചെങ്ങൽ, അംബിക ശശി വലിയ വീട്ടിൽ കാഞ്ഞൂർ, പാപ്പു ദേവസിക്കുടി കീഴത്താൻ തട്ടാൻപടി, കൊച്ചുവർക്കി പല്ലൻ കാഞ്ഞൂർ, വടക്കുന്തല ആൻഡു മേഴ്സി കാഞ്ഞൂർ, സരോജൻ ഇടുങ്ങപ്പടി തുറവങ്കര, രാജൻ കപ്രകാട് ചെങ്ങൽ, അംബിക ശശി വലിയ വീട്ടിൽ കാഞ്ഞൂർ, പാപ്പു ദേവസിക്കുട്ടി കിഴത്താൻ തട്ടമ്പടി, കൊച്ചുവർക്കിപ്പലൻ കാഞ്ഞൂർ, വടക്കുന്തല ആൻഡു മേഴ്സി കാഞ്ഞൂർ. വിമൽ അടുത്തതായിട്ട് വിമല ആശുപത്രിക്കുള്ള സഹായം നൽകുകയാണ്. ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സഹായം വികാരിച്ചിൽ നൽകിക്കൊണ്ട് തുടർന്ന് കരിമരുന്ന് പ്രയോഗമാണ്. എല്ലാവരും
monstruo y llamamos a